ജയ ചേച്ചി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് കുറച്ച് കൂവയുമായിട്ടാണ്. പണ്ട് കാലത്ത് സർവ്വസാധാരണമായി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് കൂവപ്പൊടി. ആ കൂവപ്പൊടി ഉണ്ടാക്കുന്നത് ഈ കൂവക്കിഴങ്ങിൽ നിന്നാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വരൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. കൂവയുടെ ചെടിയാണ് ഈ കാണുന്നത്. 12 ചാക്കിലായിട്ടാണ് ഞങ്ങളിത് നട്ടിരുന്നത്. എല്ലാം ഉണങ്ങി പാകമായിട്ടുണ്ട്. അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 6 കിലോയോളം നമുക്ക് കൂവക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു കൊല്ലമായി ഇത് നട്ടിട്ട്. അതുകൊണ്ട് തന്നെ മണ്ണെല്ലാം ഉണങ്ങി, മഴയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് മണ്ണ് ഉണങ്ങി. അതിൽ നിന്ന് പറിച്ചിങ്ങോട്ട് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ചാക്കെല്ലാം ചെടിച്ചും തുടങ്ങി. ഇത് കഴുകുന്നതാണ് നമ്മളീ കാണുന്നത്. അത് കഴുകി വൃത്തിയാക്കി നമ്മൾ അകത്തേക്ക് കയറും ഈ കൂവക്കിഴങ്ങുമായിട്ട്. ഇനി അകത്താണ് നമുക്ക് ബാക്കിയുള്ള പഴങ്ങൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ കൂവക്കിഴങ്ങാണ് കാണുന്നത്. ഇത് വളരെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് അരിയോ അല്ലെങ്കിൽ വട്ടം അരിഞ്ഞാലും മതി. അരിഞ്ഞത് നമ്മൾ മിക്സിയിലേക്കിട്ട് പൊടിക്കാൻ പോകുക. പൊടിച്ച് നന്നായിട്ട് 2-3 പ്രാവശ്യം മിക്സിയിലിട്ട് പൊടിച്ചാൽ അത് പൊടിയുള്ളൂ. പൊടിച്ചതാണിത്. അത് അരിച്ചെടുക്കുകയാണ്. നന്നായിട്ട് സ്പൂൺ വെച്ച് പല പ്രാവശ്യം വെള്ളമൊഴിച്ച് വീണ്ടും പിഴിയണം. അങ്ങനെ പിഴിഞ്ഞ വെള്ളമാണ് ഈ കാണുന്നത്. അതിൻ്റെ 100 താഴെ ഇടുകയും ബാക്കി വെള്ളം ഒരു 2 മണിക്കൂർ നമ്മൾ ഊറാനായിട്ട് വയ്ക്കണം. അതിൻ്റെ വെള്ളം നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഊറ്റി മാറ്റണം. ഊറ്റി മാറ്റിയ വെള്ളമാണ് ഈ കാണുന്നത്. ആ വെള്ളം കറുത്താണ് ഇരിക്കുന്നത്. അതിൻ്റെ കട്ടാണ് അതിൽ കാണുന്നത്. അതുകൊണ്ടാണ് കറുത്തിരിക്കുന്നത്. വീണ്ടും അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വീണ്ടും അത് തെളിയാൻ വെച്ചു. അങ്ങനെ 3-4 പ്രാവശ്യം വെള്ളം തെളിഞ്ഞ ശേഷമാണ് നമ്മൾ ഇതിൻ്റെ 100 എടുത്ത് വെക്കുന്നത്. ഈ 100 നമ്മൾ പല പാത്രങ്ങളിലായിട്ടാണ് ഉണക്കാനായിട്ട് വെക്കുന്നത്. ബാഷ്പീകരണം പെട്ടെന്ന് നടക്കാൻ വേണ്ടിയാണ്. ഇത് വെയിലത്ത് കൊണ്ടുപോയി വെക്കും. തുണിയിലൊന്നും ഇടുന്നില്ല. കാരണം തുണിയിലിട്ട് കഴിഞ്ഞാൽ അത് കുറേ പൊടി നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടി ഒഴുകി പോകുമ്പോഴേക്കും നഷ്ടമാകും. ഉണക്കാൻ വെച്ചിരിക്കുന്നതാണിത്. എല്ലാം വിവിധ പാത്രങ്ങളിലാക്കി വെച്ചിരിക്കുകയാണ്. ഉണങ്ങിയ സാധനം നമ്മൾ ഈ വിധം ഒരു 2 ദിവസം ഉണങ്ങി കഴിയുമ്പോഴാണ് ഈ വിധം കിട്ടുന്നത്. അത് പൊടിച്ച് നമ്മൾ വീണ്ടും മിക്സിയിലിട്ട് നല്ലോണം ഉണങ്ങിക്കഴിയുമ്പോൾ വേണം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കും. ആ പൊടിച്ചെടുത്ത ഫൈൻ പൊടിയാണിത്. ഏകദേശം ഒരു കിലോത്തോളം തൂക്കുന്നുണ്ട്. 1 കിലോയോളം പൊടി നമുക്ക് കിട്ടുകയുണ്ടായി. അങ്ങനെ നമ്മുടെ കൂവപ്പൊടി ഇത്രയല്ലാട്ടോ, കൂടുതലുണ്ട്. ഇനിയും കുറച്ചുകൂടെ അടിക്കാനുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ചെടുത്തതാണ്. ഇത് കണ്ട് പറക്കുന്നില്ല, ഫൈൻ പൊടിയായിട്ട് കിട്ടിയിരിക്കുകയാണ്. വെയിലത്ത് വെച്ച് ഉണക്കി കഴിയുമ്പോൾ കട്ടയായിട്ടല്ലേ ഇരുന്നിരുന്നത്. അത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് ഫൈൻ പൊടിയായിട്ട് അതിനെ മാറ്റി. എപ്പോഴും വയറിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാത്ത അവസരങ്ങളിലും ഇത് വെറുതെ കുറുക്കായിട്ട് കാച്ചി കുടിക്കുകയോ എല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കണം. ഉണ്ടാക്കി അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും.